ആൾക്കാർമാരെ, ഇന്നൊരു സ്പെഷ്യൽ എപ്പിസോഡാണ്. പിന്നെ ഞങ്ങളുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്താലോ? ഇത് ആരാണ്? ഗൗരി. മമ്മിയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന്റെ കുട്ടിയാണ്. ഇപ്പൊ ഞങ്ങളും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. പിന്നെ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗൗരി? സ്ക്വിഷി. അപ്പൊ ഞങ്ങളുടെ പേപ്പർ വെച്ചിട്ട് ഒരു സ്ക്വിഷി സാധനം ഉണ്ടാക്കാൻ പോവാണ്. സിമ്പിൾ ആണ്. അതിന്റെ ട്യൂട്ടോറിയൽ ഞങ്ങളിവിടെ വിൽക്കുന്നുണ്ട്. അപ്പൊ ഈ സ്ക്വിഷി എന്ത് സ്ക്വിഷിയാണ് ഗൗരി ഉണ്ടാക്കാൻ പോണ? കുക്കി. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്തൊക്കെ സപ്ലൈസ് വേണമെന്ന് കാണിച്ചു തരാം. സോ ഈ സ്ക്വിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെരി ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ ഫസ്റ്റ് തന്നെ വേണ്ടത് നമുക്ക് ഈ പേപ്പറാണ്. അല്ലേ ഗൗരി? ഓക്കെ, എത്ര വലുതാണ് പ്രോജക്റ്റ് അത്രയും പേപ്പർ എടുക്കണുള്ളൂ. അപ്പം ഞാനൊരു പേപ്പറും ഗൗരി ഒരു പേപ്പറും എടുക്കുന്നുള്ളൂ. കാരണം ഞങ്ങൾ ചെറിയ സാധനങ്ങൾ ചെയ്യാൻ പോണേ. അത് കഴിഞ്ഞിട്ട് ഈ സ്ക്വിഷിയുടെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ എന്താണ് കാര്യം നമ്മൾ ഉപയോഗിക്കാറ്? കോട്ടൺ. സോ നമ്മൾ ഇവിടെ കോട്ടൺ ഉണ്ട്, പിന്നെ ഇങ്ങനത്തെയും കോട്ടൺ ഉണ്ട്. എനിക്കും ഒരെണ്ണം ഉണ്ട്, പിന്നെ ഗൗരിക്കും ഇവിടെ ഒരെണ്ണം ഉണ്ട്. നമുക്ക് കോട്ടൺ മാത്രമല്ല വേറെ കുറേ സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ കോട്ടൺ ഉപയോഗിക്കാം. പ്ലാസ്റ്റിക് ഇല്ലേ, പ്ലാസ്റ്റിക് കവേഴ്സ്, അപ്പോൾ അത് ത്രോ ചെയ്യണ പകരം ഇങ്ങനെ നമുക്ക് ചെയ്യാം. പിന്നെ ചിലവർ ടിഷ്യൂ പേപ്പർ വെച്ച് ചെയ്തിട്ടുണ്ട്. അത് അത്രയും എഫിഷ്യൻ്റ് അല്ലെങ്കിലും എന്നാലും നല്ലതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് കോട്ടൺ ആണ്. അപ്പോൾ ഞങ്ങൾ 2 ടൈപ്സ് ഓഫ് കോട്ടൺ എടുത്തിട്ടുണ്ട്. ഈ കോട്ടനും പിടിച്ചോ, പിന്നെ ഈ കോട്ടൺ എടുത്തിട്ടുണ്ട്. അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സാധനം വേണം. കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ ഗ്ലൂ ആണ്. ഗ്ലൂ ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യില്ല, കാരണം വെള്ളമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കുറച്ചിങ്ങനെ പ്രശ്നമാവും. ടേപ്പ് ഗുഡ് ഓപ്ഷനാണ് ഒരു ക്ലിയർ ഇതിന് വേണ്ടിയിട്ട്. അല്ലാണ്ടും ടേപ്പ് വേണം. പിന്നെ അല്ലെങ്കിൽ നമുക്ക് സ്റ്റേപ്പിളേഴ്സ് യൂസ് ചെയ്യാം. പക്ഷെ ആകെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ആ സ്റ്റേപ്പിളറിൻ്റെ ഇത് കാണുമ്പോൾ കുറച്ച് ഭംഗി കുറവുണ്ടാവും. സോ ഞാൻ എപ്പോഴും പറയാറുള്ള ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ടേപ്പ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യണം. അപ്പം ഡെക്കറേറ്റ് ചെയ്യാൻ എന്താണ് ഗൗരി നമ്മൾ ഇന്ന് ഉപയോഗിക്കാൻ പോകുന്നത്? ആൽക്കഹോൾ മാർക്കേഴ്സ്. സോ അതാണ് വേണ്ട സാധനങ്ങൾ. ഇനി നമുക്ക് അത് ഉണ്ടാക്കാനേക്ക് പോവാം. സോ ഞാനിപ്പോൾ 2 സ്റ്റൈലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഗൗരി ഒരു സിമ്പിൾ ആയിട്ടുള്ള എന്താണ് ഉണ്ടാക്കാൻ പോണേ? കുക്കി. പിന്നെ ഞാനൊരു കുറച്ചും കൂടി ഒരു ബിഗർ വേർഷൻ ആയിട്ടുള്ള ഒരു ബേസിക്കലി ഒരു ബോക്സ് ടൈപ്പുള്ള ഒരു സാധനമാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ കുറേ ഡിഫറെൻറ്റ് സാധനങ്ങൾ ഉണ്ടാക്കാം. ലേസിൻ്റെ പാക്കറ്റ് ഉണ്ടാക്കാം, പിന്നെ ചോക്ലേറ്റിൻ്റെ ഇങ്ങനത്തെ പാക്കറ്റ്സ് ഉണ്ടാക്കാം. സോ ഫസ്റ്റ് തിങ് യു നീഡ് ടു ഡു ഇസ് യൂട്യൂബിലോ ഗൂഗിളിലോ എന്തെങ്കിലും പോയിട്ട് ഒരു റെഫറൻസ് പിക്ചർ എടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ പേപ്പർ ഉണ്ട്. ഇനി ഞാൻ എന്താണ് കാണിക്കേണ്ടതെന്ന് കാണിച്ചു തരാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതിൽ എന്താണ് ഗൗരി ചെയ്യാൻ പോകുന്നത്? ഗൗരി ഡ്രോ ചെയ്യാനാണ് പോണത്. ഭയങ്കര കുക്കിയുടെ മൂഡിലാണ് ഗൗരി. അപ്പൊ ഫസ്റ്റ് എന്താണ് ചെയ്യേണ്ടത് ഗൗരി? സർക്കിൾ വരയ്ക്കുന്നതിന് മുമ്പ് ഒരു സാധനം ചെയ്യണ്ടേ? ഈ മടക്കണ എന്തിനാണ് ചെയ്യണമെന്ന് അറിയോ? ബേസിക്കലി ഇപ്പൊ ഒരു സർക്കിൾ വരയ്ക്കുമ്പോൾ ആ സെയിം ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് അത് 2ആയിട്ട് ഫോൾഡ് ചെയ്യും. അപ്പൊ കട്ട് ചെയ്യുമ്പോൾ 2 സർക്കിളായിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ അതേ ഗൗരി ഫോൾഡ് ചെയ്യാണ്. ഓക്കെ, പ്രസ് ചെയ്തോ. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് സർക്കിൾ ലൈക്ക് അവർ ഫേസ്. ഭയങ്കര ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുക്കിയാണ് വരയ്ക്കാൻ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സർക്കിൾ കിട്ടിയിട്ടുണ്ട്. ഇനി എന്താണത് ഗൗരി? ഓക്കെ, എന്ത് ഫ്ലേവർ കുക്കിയാണെന്ന് അറിയോ? ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ് ആണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതേ മടക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു പാറ്റേൺ ഗൗരി വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി കുറച്ചും കൂടി വലിയതാക്കായിരുന്നല്ലേ? ഓക്കെ, നെക്സ്റ്റ് ടൈം അത് ചെയ്യാം. ഇതാണ് ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ്. ഇനി നമുക്ക് ഗൗരി കളർ ചെയ്തിട്ട് പിന്നെ കാണാം. ഓക്കെ, പിന്നെ അത് മാത്രം മതിയോ? ഓക്കെ, ഇത് നോക്കിയേ, ഇതാരാ നോക്കിയേ?
ഒളിച്ചിരിക്കണോ? ഞങ്ങൾ പുറത്ത് സംസാരിക്കുമ്പോൾ നിങ്ങൾക്കിവിടെ കേൾക്കുണ്ടോ ക്യാമറയില്? മമ്മി മുണ്ടൊക്കെ എടുത്ത് എന്താ രംഗണ്ണന്റെ പോലെ ഉണ്ട് കാണിക്കണോ? ഓ സിഗ്മ ഇവിടെ ഇവരെയൊക്കെ നോക്കണമെങ്കിൽ ഇവിടെ അങ്കിളായിട്ട് നിക്കണം. കണ്ടാ ഇതെന്താ ലാലേട്ടനാ? എന്താ സ്റ്റൈലാണ്? ഓ മീശയൊക്കെ ഉണ്ട് കണ്ടാ? ഞാനൊരു പെർമനന്റ് മാർക്കർ വെച്ച് വരച്ചട്ടെ, നല്ലായിരിക്കും. ഓക്കെ, അപ്പൊ ഗൗരി ഇവിടെ കളർ ചെയ്യാൻ പോവാണ്. കുറച്ചും കൂടി വലിയൊരു ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ എത്ര ചോക്ലേറ്റ് ചിപ്പാ? അതെന്തിനാ എത്ര ചോക്ലേറ്റ് ചിപ്പ്? എനിക്ക് ഇഷ്ടമാണ് ചോക്ലേറ്റ്. ഓ ഓക്കെ, നമുക്ക് ഗൗരിനെ കളർ ചെയ്യട്ടെ. ഓ എന്ത് ശക്തിമാനാണിത്. നമ്മൾ ഈ കളർ എടുക്കും. ഓക്കെ, ഇനി ഗൗരി ഇത് കളർ ചെയ്യുമ്പോൾ എൻ്റെ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് ഇനി അത് പോയി കാണാം. സോ എൻ്റെ ഇത് ചെയ്യാനായിട്ട് കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂല, പക്ഷെ ഇത് ഇങ്ങനൊരു ബോക്സ് വരണിട്ട് ഇങ്ങനെ കുറച്ച് ഫ്ലാപ്സ് ആണ് വരയ്ക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടൊരു വലിയൊരു ഫ്ലാപ്പ് ഉണ്ട്. ഈ ഫ്ലാപ്പാണ് നമ്മൾ മടക്കി ഒട്ടിക്കാൻ പോണത്. അപ്പോൾ അതാണ് എൻ്റെ ഒരു ഇത്. ഞാനിത് കട്ട് ചെയ്ത് ഇനി കാണിച്ചു തരാം. സോ എൻ്റെ സ്ക്വിഷിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഒരു ഗ്രിഡ് പോലത്തെ സാധനം നമ്മൾ വരച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല ഗൗരി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയല്ലോ കാണിച്ച. ഓ ഒരു ചോക്ലേറ്റ് ചിപ്പ് കൂടി ഉണ്ടല്ലോ ചെയ്യാൻ, അതും കൂടി ചെയ്തിട്ട് നമുക്ക് കാണിക്കാം. അപ്പത്തെ ഗൗരിയുടെ അവിടെ സെറ്റ് ആയിട്ടുണ്ട്. എൻ്റെ ഒരു ടെംപ്ലേറ്റ് ആണ് ഇപ്പൊ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഈ ടെംപ്ലേറ്റ് നമ്മള് ടേപ്പ് ഒട്ടിക്കണതാണ് സ്റ്റെപ്പ്. ആ ടേപ്പ് ഈ ടേപ്പ് നമ്മൾ എടുത്തിട്ട് ഇതിന്റെ മുകളിൽ ഫുള്ളായിട്ട് കവർ ചെയ്യണം. ഓക്കെ, ഇത് ചെയ്യണത് ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ കൊടുക്കാനാണ്. അപ്പൊ അത് ചെയ്തിട്ട് ഇനി വരാം. പാൽക്കാൻവാനെ ഇവിടെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ആ ഒരു പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഇതിന്റെ ഒരു ഇങ്ങനെ വൈറ്റ് കളർ കാണാൻ പറ്റും. അത് മമ്മി ഓർഡർ ചെയ്തപ്പോൾ വേറെ ഇതായിപ്പോയി. അപ്പോൾ കുറച്ചൊരു വൈറ്റ് ഉണ്ടാകും, പക്ഷെ ആക്ച്വലി ട്രാൻസ്പെറൻ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് ഈ രണ്ട് സൈഡുകളും നമ്മൾ ഇതിങ്ങനെ ഒട്ടിക്കും. ഈ സൈഡും കൂടി ചെയ്യണം. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഹലോ കൂട്ടുകാരെന്ന്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കുഞ്ഞ് പീസ് ടേപ്പ് എടുക്കും. അപ്പോൾ ഇത്രയും ചെറിയ പീസ് മതി, അത്ര വലുത് വേണ്ട. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ രണ്ട് ഫ്ലാപ്സ് നമ്മൾ ടുഗദർ ഒട്ടിക്കണം. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് എടുക്കുക, എന്നിട്ട് ഇങ്ങനെ ഒട്ടിക്കാം. ഓക്കെ, ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് രണ്ടും ടുഗദർ ആയിട്ട് പിടിക്കാം. പിന്നെ മറ്റേതിലേക്ക് ഇതിങ്ങനെ ഒട്ടിക്കാം. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ഒരു ഷേപ്പ് കിട്ടും. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആ വലിയൊരു ഫ്ലാപ്പില്ലേ, ആ വലിയ ഫ്ലാപ്പ് നമ്മളിങ്ങനെ മടക്കിയിട്ട് അത് നമ്മളിങ്ങനെ ഈ സ്റ്റെപ്പ് ചെയ്ത പോലെ അതും നമ്മൾ ഒട്ടിക്കണം. ഇത് ഒട്ടിക്കാതെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇവിടെ രണ്ടും ഒട്ടിച്ചിട്ട് ഈ ഫ്ലാപ്പ് ഇങ്ങനെ വന്ന് ഒട്ടിക്കണം. പക്ഷേ ഇത് ചെയ്യുമ്പോൾ ഒരു സൈഡ് മാത്രം ഒട്ടിക്കരുത്, കാരണം ആ സൈഡിലാണ് നമ്മുടെ കോട്ടൺ സ്റ്റഫ് ചെയ്യേണ്ടത്. അപ്പോൾ ആൾക്കാന്മാരെ നമ്മുടെ എംബലൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു പൗച്ചിൽ കൂടെ നമ്മുടെ കോട്ടൺ സ്റ്റഫ് ചെയ്യും. അപ്പോൾ ഗൗരിയുടെ ഒരു സെക്കൻഡ് സാധനം ഉണ്ടാക്കാൻ പോവാണ്. ഗൗരി എന്താണത്? ഓക്കെ, ഗൗരിയുടെ ഒരു ഇൻസ്പിറേഷൻ ദുബായ് ചോക്ലേറ്റ് ആണല്ലേ? ഗൗരി ട്രൈ ചെയ്തിട്ടുണ്ടാവും ദുബായ് ചോക്ലേറ്റ്? ആ, ഇങ്ങോട്ട് തന്നെ വാ. അപ്പോൾ എന്താണ് ആ ടേസ്റ്റ്? എന്താണ് ഗൗരിക്ക് ഭയങ്കര ഇഷ്ടമായോ? എന്താണ് ഒരു റേറ്റിംഗ്? അറിയില്ല, അമ്മ ഞാൻ മേടിച്ച, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഓ ഓക്കെ. എൻ്റെ ഉള്ളിൽ എന്ത് കളറായിരുന്നു ഓർമ്മയുണ്ടോ? ഗ്രീൻ. അപ്പൊ അതിന്റെ ഒരു എന്താണ് ഫ്ലേവർ ഓർമ്മയുണ്ടോ? ഓക്കെ, പിസ്ത എന്നാണ് ഗൗരി പറഞ്ഞത്. അത് ബ്ലിങ്കിറ്റിലുണ്ടെന്നാ തോന്നണേ. നല്ല ടേസ്റ്റ് ഉണ്ട് ആക്ച്വലി, നല്ല വർത്ത് ദ ഹൈപ്പാണ്. ഗൗരി ഓ ഓക്കെ. അപ്പൊ ചോക്ലേറ്റ് ഇഷ്ടമല്ലേ ഗൗരിക്ക്? ചോക്ലേറ്റ് ഇഷ്ടം, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞ ചോക്ലേറ്റ് ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ ചോക്ലേറ്റ് ഓർ പിസ്ത?
But you have to choose one. Oh, okay. It's a chocolate. അപ്പോൾ നമ്മൾ ഈ ക്വാർട്ടർ എടുക്കുക, ഇതിങ്ങനെ റീൽ ചെയ്തായിട്ട് എടുക്കുക. പക്ഷേ ഒരു കാര്യമുണ്ട്, ചോക്ലേറ്റ് ഇസ് നോട്ട് ഹെൽത്തി. ചോക്ലേറ്റ് ഇസ് നോട്ട് ഹെൽത്തി, ബട്ട് പിസ്താഷ്യോ ഇസ് ഓൾസോ നോട്ട് ഹെൽത്തി. This thing is healthy. The nut is healthy. പക്ഷെ എന്ത് ഫ്ലേവർ ആയാലും അതിൽ ആഡിറ്റീവ്സ് ഉണ്ട്. അപ്പോൾ ചില സമയത്തൊക്കെ കഴിക്കാം, അതിന് കുഴപ്പമില്ല. സോ എല്ലാ സമയത്തും കഴിക്കാൻ പാടില്ല. നിങ്ങളുടെ ടൂത്ത് ടൂത്ത് പോവും, പിന്നെ വേറെ കുറെ അസുഖങ്ങൾ വരും. വേറെ എന്തെങ്കിലും അറിയോ അസുഖങ്ങൾ? ഛർദിക്കും, വയറിളക്കം, വരും. ചുമ വരും. ഗൗരി ഇത് ഫുള്ള് ടേപ്പ് ചെയ്യണ്ട, ഈ സാധനം മാത്രം നമ്മൾ കട്ട് ചെയ്യല്ല. അപ്പൊ ഈ ഒരു സർക്കിൾ മാത്രം ചെയ്താൽ മതി. ഈ അതേ എന്നെ കണ്ടുപിടിപ്പിക്കുന്നുണ്ട്. അപ്പൊ അത് ഗൗരിയുടെ ഒരു കുക്കി ടേപ്പ് ചെയ്യണം. ഗൗരി കാണിച്ചു കൊടുക്ക് ഗൗരിയുടെ ടേപ്പിംഗ്. ടേപ്പ് ചെയ്യാൻ വേണ്ടത് ഈ ഒരു സർക്കിൾ ആയിരുന്നു, പക്ഷെ ടേപ്പ് ചെയ്തത് ഇവിടെ പോയി. അത് എന്റെ പ്രശ്നമല്ല കേട്ടോ, ഗൗരി ആണ്ടത് ചെയ്തു. ഇത് എടുക്കുമ്പോൾ അപ്പൊ മമ്മി മുണ്ടെടുത്തിങ്ങനെ വാ. നമ്മളെപ്പോഴും ക്ലീൻ ചെയ്യാറില്ല മമ്മി. വാങ്ങിച്ച ടേപ്പിന്റെ കളർ ഇപ്പൊ ഇങ്ങനെ ആക്കി. കളർ കണ്ടോ? ഗൗരിയുടെ അടിപൊളിയായിട്ടുണ്ട്. ഗൗരി ഇത് 2 എണ്ണം ഉണ്ടാക്കാൻ പോകുന്നു. ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യാം. ഓക്കെ. ഭയങ്കര കട്ടറാണ് കട്ടർ. പിന്നെ നമ്മൾ ഇങ്ങനെ ചെയ്യാം. ഇതൊക്കെ ചെയ്യുമ്പോൾ ഓർക്കണം, ഷാർപ്പായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ കൈ മുറിയാതിരിക്കുക. പിന്നെ ഞാൻ അമ്മക്ക് സിക്കായ ദിവസം ഞാൻ കത്തി ഉപയോഗിക്കുമ്പോൾ എൻ്റെ കൈ മുറിക്കാതായിരുന്നു. അതിന്റെ ഒരു കഥ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഗൗരി ഒരു ദിവസം അമ്മ ഇങ്ങോട്ട് വാ, ഈ സൈഡിലേക്ക് വാ, ഞാൻ ഇങ്ങോട്ട് വരാം. ഓക്കെ, പറഞ്ഞോളൂ. ഇത് കണ്ടോ ആൾക്കാരുമാര്, ഭയങ്കര മെസ്സാണ്. ഞങ്ങൾ ക്ലീൻ ചെയ്യില്ലേ? ഓ, ഇത് നമുക്ക് ശരിയാക്കാം. ഇത് നമുക്ക് കളർ ചെയ്താൽ മതി. പക്ഷേ ഇത് കണ്ടോ, അടിപൊളിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി സ്കില്ലൊക്കെയാണ്. ഓക്കെ. അപ്പൊ ഒരു ദിവസം നമുക്ക് രാവിലെ എണീറ്റിട്ട് നമ്മൾ കുറേ ചെയ്തു. എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ നമുക്ക് വയ്യ ചെയ്യാൻ, അമ്മാമ്മ എന്തായില്ല. അപ്പൊ ഞാൻ ലൈക്ക് ഫ്രൂട്ട്സ് ഒക്കെ ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ ലാസ്റ്റ് ആപ്പിൾ ഒട്ടിയുമ്പോൾ എൻ്റെ കൈ ഇങ്ങനെ പോയി തൊലി. അപ്പൊ അതുകൊണ്ടാണ് ബാബുജി ചേട്ടനാണ് ഹോസ്പിറ്റലിൽ പോയാ ഇത് ഒട്ടിച്ചു. അമ്മേനെ കാണിക്കുമ്പോ ഞാനാണെങ്കിൽ പിന്നെ ഇങ്ങനെ 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 പോയി. ഓക്കെ, ഇനി നമുക്ക് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റത്തെ കാണിക്കണ്ടേ? ഓക്കെ, അത് ലാസ്റ്റിലേക്ക് ഞാൻ കാണിച്ചുതരാം. ഓക്കെ. അപ്പൊ സ്ക്വിഷീസ് കുറച്ചൊരു ഫീൽ ആയെങ്കിലും നമ്മളൊരു അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണിക്കണേ, സർപ്രൈസ് ആയിട്ട് കാണിക്കാം. അപ്പോൾ ഇവിടെ ഇതിവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഗൗരിയുടെ ഫസ്റ്റ് കാണിച്ചോളൂ. നല്ല കുക്കി. പിന്നെ എൻ്റെ ഇതാണ് എംസിന്റെ ഗൗരിയുടെ ജസ്റ്റ് കാണിച്ചേ. അയ്യോ തല. ഗൗരി ഒരു കുനാഫ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അത് കംപ്ലീറ്റ് അല്ല. അപ്പം ഇനി ഗൗരി കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അത്രേ ഉള്ളൂ ആൾക്കാന്മാരെ. ഇനി ഞങ്ങൾ ഇതൊക്കെ ക്ലീൻ ചെയ്യണം, കാരണം മമ്മിയുടെ ബെഡിലാണ് ചെയ്തത്. അപ്പം അത്രയേ ഉള്ളൂ. ബൈ ഗൗരി. ബൈ.